പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതാണ്. വെണ്ടയ്ക്ക, പിന്നെ തക്കാളി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാ. പിന്നെ വേണ്ടത് പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയത്, 3 കുഞ്ഞുള്ളി, പിന്നെ 1 കഷ്ണം കായം, പിന്നെ കുറച്ച് ഉലുവ. പിന്നെ വറവിടാൻ വേണ്ടത് കടുക്, പിന്നെ റെഡ് ചില്ലി, പിന്നെ കറിവേപ്പില. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യാം. മല്ലിപ്പൊടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്ര ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്യണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. കുക്കറിലേക്ക് ഇതൊക്കെ ഇടാം. പരിപ്പ് ഇടാം. ഇനി വെണ്ടയ്ക്ക, ഇനി തക്കാളി. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർക്കാം. ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഫ്രൈ ചെയ്ത പൊടിയും കൂടി നമുക്ക് ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. 2 വിസിൽ വന്നാൽ മതി. ഇനി നമുക്കൊരു പാനില് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഉലുവയും കായും ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് തേങ്ങയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നല്ല ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്യണം. ഇത്രയും മതി. ഇനി ഇത് ചൂടാറിയാൽ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉലുവയും കായവും കൂടി ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. നന്നായി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചത് ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഇപ്പോൾ ഒഴിക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുകൊണ്ട് വെണ്ടയ്ക്കൊന്നും ഉടഞ്ഞു പോയില്ല. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത്രയും തിളപ്പിച്ചാൽ മതി. ഇനി വറവിടാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കടുകും മിളകും പിന്നെ കറിവേപ്പിലയും വറുത്തിടാം.